സ്റ്റീം സ്റ്റോപ്പ് വാൽവിനെ പറ്റി മൊത്തം എഴുതുന്നുണ്ട്. അപ്പം എ സ്റ്റീം സ്റ്റോപ്പ് വാൽ ഓർ ജംഗ്ഷൻ വാൽവ് യൂസ് ടു റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് സ്റ്റീം ഫ്രം ദ ബോയിലർ. അത് മാത്രം എഴുതി സ്റ്റീം സ്റ്റോപ്പ്. അല്ലാതെ ഡെഫിനിഷൻ വല്ലതും ഉണ്ടെങ്കിൽ അല്ലാതെ നോട്ടിനകത്ത് തരാം. ഇനി സ്റ്റീം സ്റ്റോപ്പ് വാൽവ് എന്താ ശരിക്കും ചെയ്യുന്നത്? സ്റ്റീം സ്റ്റോപ്പ് വാൽവ് ഇവിടെ സൂപ്പർ ഹീറ്ററിൽ നിന്ന് വരുന്ന സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിനെ ബ്ലോക്ക് ചെയ്യുന്നു. എപ്പോഴാണോ ആ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം കറക്റ്റ് പ്രഷർ കറക്റ്റ് ടെമ്പറേച്ചർ ആകുമ്പോൾ ആ സമയത്ത് അത് ഓപ്പണായി സ്റ്റീം പ്രൈം മൂവർ, അതായത് നമ്മുടെ സ്റ്റീം ടർബൈനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അതാണ് സ്റ്റീം സ്റ്റോപ്പ് വാൽവിൻ്റെ യൂസ്. ഇനി അടുത്ത് നോക്കുക, ഫീഡ് ചെക്ക് വാൽവ്. വെൻ ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ ബോയിലർ ഫാൾസ് ഇറ്റ് ഈസ് ബ്രോട്ട് ബാക്ക് ടു ദി സ്പെസിഫൈഡ് ലെവൽ ബൈ സപ്ലൈ ദി അഡീഷണൽ വാട്ടർ കോൾഡ് ഫീഡ് വാട്ടർ. അപ്പോൾ ബോയിലറിനകത്തിലെ വെള്ളം കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ അതിനെ തിരിച്ച് ആ സ്പെസിഫൈ ചെയ്ത ലെവലിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡീഷണൽ വാട്ടറിൻ്റെ പേരാണ് ഫീഡ് വാട്ടർ. ദ പ്രഷർ ഇൻസൈഡ് ദ ബോയിലർ വിൽ ബി ഹൈ, therefore the pressure of the feed water has to be raised by a pump before feed into the boiler. ഈ പറഞ്ഞത് ബോയിലറിനകത്തെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ സാധാരണ വെള്ളം വെറുതെ അങ്ങോട്ട് കയറിപ്പോയില്ല, വെള്ളം തിരിച്ച് തള്ളും. ആ വെള്ളം അകത്തോട്ട് കയറില്ല, കാരണം ഹൈ പ്രഷറിൽ നിന്ന് വെളിയിലോട്ട് തള്ളും. അപ്പോൾ പിന്നെ അതിനേക്കാളും കൂടിയ പ്രഷറുള്ള പമ്പ് ഉപയോഗിച്ച് വേണം ഈ വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്ത് കൊടുക്കാൻ. അതായത് പറഞ്ഞത് ദി പ്രഷർ ഇൻസൈഡ് ദ ബോയിലർ വിൽ ബി ഹയർ. Pressure inside the boiler will be higher. The pressure of feed water has to be raised by pump. Therefore, it is fed into the boiler. അപ്പം അതിന് ആ ബോയിലറിനകത്തെ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കണം പമ്പ് ചെയ്ത വെള്ളത്തിൻ്റെ പ്രഷർ, എന്നാലേ ആ വെള്ളം അകത്തേക്ക് കയറിപ്പോകും. അതിനുവേണ്ടി ഒരു പമ്പ് ഉപയോഗിക്കുന്നു. The feed water at high pressure is fed into the boiler through a feed check valve. അപ്പം ഫീഡ് വാട്ടർ അറ്റ് ഹൈ പ്രഷർ ഫെഡ് ഇൻ ടു ബോയിലർ ത്രൂ എ ഫീഡ് ചെക്ക് വാൽവ്. അപ്പോൾ ഫീഡ് ചെക്ക് വാൽവിൻ്റെ ഉപയോഗമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹൈ പ്രഷറുള്ള വെള്ളം ഇതുവഴിയാണ് തള്ളി കയറ്റുന്നത് ബോയിലറിലേക്ക് ഒരു ഫീഡ് ചെക്ക് വാൽവ് വെച്ച്. അപ്പം വെള്ളം ചെക്ക് വാൽവാണ്. അപ്പം വെള്ളം അകത്തേക്കേ പോകത്തുള്ളൂ, തിരിച്ചിറങ്ങി വരില്ല. അതിന് വരാം ഫീഡ് ചെക്ക് വാൽവ്. അപ്പം ഇത് വരുമ്പോൾ ഇവിടെ പ്രഷർ ഇവിടുത്തെ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കണം ഇവിടുത്തെ പ്രഷർ. വെള്ളം പമ്പ് ചെയ്യുന്ന ഈ ഡയറക്ഷനിലേക്കാണ്. ഇത് ഫീഡ് ചെക്ക് വാൽവാണ്. അപ്പോൾ ഇവിടെ ഈ പമ്പ് ചെയ്യുന്ന പ്രഷർ കൂടുതലായിരിക്കണം. ഏതിനേക്കാൾ ഇതിനകത്തെ പ്രഷറിനേക്കാളും നല്ല കൂടുതലായിരിക്കണം ഇവിടെ ഈ പമ്പ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ പ്രഷർ, എന്നാലേ ഇത് അകത്തേക്ക് പോകും. അതാണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവഴിയാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്, ഫീഡ് ചെക്ക് വാൽവ് വഴി. ഇറ്റ് ഹാസ് ഡ്യുവൽ ഫങ്ഷൻ ടു പെർഫോം. അതിന് ഡ്യുവൽ പെർഫോമൻസ് ആണ്, രണ്ട് ഡ്യൂട്ടി ഉണ്ട്. വൺ ഓഫ് ദം ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് റെഗുലേറ്റ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫീഡ് വാട്ടർ. ആദ്യത്തെ അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റെഗുലേറ്റ് ചെയ്യുക ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ്, എത്ര വെള്ളം വരുന്നു, ഫീഡ് വാട്ടർ എത്ര വെള്ളം വരുന്നുള്ളൂ റെഗുലേറ്റ് ചെയ്യുക. ആൻഡ് അതർ ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് പ്രിവെൻറ്റ് ദി എസ്കേപ്പ് ഓഫ് വാട്ടർ ഫ്രം ദ ബോയിലർ. പറഞ്ഞില്ലേ, വെള്ളം തിരിച്ച് തള്ളിക്കളയും. അപ്പം ഈ സ്റ്റീം സ്റ്റോപ്പ് ഫീഡ് ചെക്ക് വാൽവ് ചെയ്യേണ്ടത് എന്താ? അകത്തേക്ക് കയറി വെള്ളം ഇറങ്ങി പോകാതെ നോക്കണം, എന്നാൽ വെള്ളം അകത്തേക്ക് കയറി വരുകയും നോക്കണം. ഈ രണ്ട് ഡ്യൂട്ടിയും ഈ ഒരു ഫീഡ് ചെക്ക് വാൽവ് ചെയ്യണം. മൂന്നാമത്തെയാണ് നമ്മുടെ ബ്ലോ ഓഫ് വാൽവ് ഓർ കോക്ക്. ദ ഫങ്ഷൻ ഓഫ് ദ ബ്ലോ ഓഫ് വാൽവ് ഈസ് ടു റിമൂവ് പീരിയോഡിക്കലി ദ സെഡിമെൻറ്റ് കളക്റ്റഡ് അറ്റ് ദി ബോട്ടം ഓഫ് ബോയിലർ വൈൽ ഇൻ ദ ഓപ്പറേഷൻ. ഈ ബോയിലർ ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് ഇത് തിളയ്ക്കുകയാണ്. തിളച്ച് സ്റ്റീം ആകുമ്പോൾ ഡെൻസിറ്റി കൂടിയ കുറച്ച് സെഡിമെൻറ്റ്സ് കാണും, മണലും മറ്റ് കെമിക്കലുകളും പലതരം സോൾട്ടുകളൊക്കെ, ഈ അലൂമിനിയം സോൾട്ടൊക്കെ കാണും വെള്ളത്തിനകത്ത്. അങ്ങനത്തെ പല സോൾട്ടുകളും കാണും. അതെല്ലാം ഈ ബ്ലോ ഓഫ് വാലിനകത്ത് വന്ന് അടി അത് ഇവിടെ അടിയുന്നത് ഒരു പ്രത്യേക സെഡിമെൻ്റ് ഏരിയ ഉണ്ട്. സെഡിമെൻ്റ് ഏരിയക്കകത്ത് അടി. അതാണ് പറഞ്ഞത്, തെറ്റിപ്പോയി. പിക്ചറിലുണ്ടോ? മഡ് ബോക്സ്. ഈ മഡ് ബോക്സിനകത്താണ് അടി. സെഡിമെൻ്റ് ഏരിയയാണ് മഡ് ബോക്സിനകത്ത്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഡ് ബോക്സിൻ്റെ ഏരിയ. ആ മഡ് ബോക്സിനകത്ത് വന്ന് അടി. ആ മഡ് ബോക്സിനകത്ത് നിന്നുള്ള ഈ വേസ്റ്റുകളെല്ലാം വെളിയിൽ തള്ളുകയാണ് ബ്ലോ ഓഫ് വാൽവിൻ്റെ യൂസ്. ദ ഫങ്ഷൻ ഓഫ് ബ്ലോ ഓഫ് വാൽവ് ഈസ് ടു റിമൂവ് പീരിയോഡിക്കലായിട്ട് സമയാനുസൃതമായിട്ട് റിമൂവ് ചെയ്യുക. എന്ത്? സെഡിമെൻറ്റ്സ് കളക്റ്റഡ്, വേസ്റ്റ് അല്ലെങ്കിൽ അവസാദങ്ങൾ, മലയാളത്തിൽ പറയാം അവസാദങ്ങൾ, ഈ മണ്ണ് മറ്റ് വേസ്റ്റുകൾ അറ്റ് ദ ബോട്ടം ഓഫ് ബോയിലർ വൈൽ ഇൻ ദ ഓപ്പറേഷൻ. അപ്പോൾ ആ മഡ് ബോക്സിനകത്താണ് വന്ന് അടിയുക.
ഏത് ഈ സെഡിമെൻറ്റ്സ് എല്ലാം. ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു എംപ്റ്റി ദ വാട്ടർ ഇൻ ദ ബോയിലർ വെൻ റിക്വയർഡ് ഫോർ എ പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ഇൻസ്പെക്ഷൻ. അപ്പോൾ ഈ വാൽവ് പീരിയോഡിക് ഇൻസ്പെക്ഷന് വേണ്ടി ബോയിലറിലെ വെള്ളം പുറത്ത് കളയാൻ വേണ്ടിയും ഉപയോഗിക്കും. കാരണം ഏറ്റവും താഴത്തെ ഭാഗമല്ലേ ആ വിൽക്കോക്സ് ബോയിലറിനെ സംബന്ധിച്ചുള്ള ഏറ്റവും താഴത്തെ ഭാഗമാണ് എന്ത് മഡ് ബോക്സും ബ്ലോ ഓഫ് വാൽവ്. അപ്പോൾ ഈ തുറന്നു കഴിഞ്ഞാൽ ഈ വെള്ളമെല്ലാം ഊറി ഇത് ഒഴുകിപ്പോയി. അപ്പോൾ രണ്ട് ഫംഗ്ഷനുണ്ട്. ഈ ബ്ലോ ഓഫ് വാൽവ് ഇവിടെ തടഞ്ഞു നിർത്തുന്നത് ഇവിടെ മഡ് ബോക്സിനകത്ത് ഇതിനകത്ത് കിടക്കുന്ന വേസ്റ്റ് സെഡിമെൻ്റ് എല്ലാം വേസ്റ്റ് എന്തുമായാലും തന്നെ ഇപ്പം മണ്ണാണെ തന്നെ വേസ്റ്റ് കൂടുതലായിരിക്കും. ഇവിടെ കിടക്കുന്ന മണ്ണെല്ലാം ഇപ്പോൾ തിക്കുന്ന ഇറങ്ങി ഇങ്ങോട്ടേക്ക് പോയി ക്ലീൻ ചെയ്യുന്ന സമയത്ത്. ഈ നോർമൽ ടൈം നടക്കില്ല, ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അത് ഈ ബ്ലോ ഓഫ് വാൽവ് വഴി ഇനി പുറത്തേക്ക് പോരും. അതാണ് അത് പറഞ്ഞത് ഈ പീരിയോഡിക് ഇൻസ്പെക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ചിലപ്പോൾ ഇതൊക്കെ വൺ വേർഡായിട്ട് വയ്ക്കും. അപ്പോൾ ഏത് വാൽവാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പീരിയോഡിക് ഇൻസ്പെക്ഷന് വേണ്ടി? ബ്ലോ ഓഫ് വാൽവ്. അല്ലെങ്കിൽ സെഡിമെൻറ്റ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോയിലർ അറ്റാച്ച്മെൻറ്റ് ഏതാണ്? അപ്പോൾ അതിൻ്റെ പേര് ബ്ലോ ഓഫ് വാൽവ്. ഇനി അടുത്തതാണ് എക്കണോമൈസർ എന്ന് പറയുന്നത്. എക്കണോമൈസർ എന്ന് പറയുന്നത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ എക്കണോമൈസർ എന്ന് പറയുന്ന സാധനം എന്താണെന്നാണ് പറയുന്നത്. ദ കമ്പസ്റ്റൻ ഗ്യാസസ് പാസിംഗ് ഔട്ട് ഫ്രം ദ ബോയിലർ വിൽ ഹാവ് ടു ബി ഹോട്ടർ ദാൻ ദ വാട്ടർ ഇൻ ദ ബോയിലർ. ഈ പറഞ്ഞ എന്താ അറിയോ, അതായത് പുറത്തു പോകുന്ന കമ്പസ്റ്റൻ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ബോയിലറിലുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കണം. ദ കമ്പസ്റ്റൻ ഗ്യാസസ് പാസിംഗ് ഔട്ട് ഫ്രം ദ ബോയിലർ. ബോയിലറിൽ നിന്നും പുറത്തു പോകുന്ന കമ്പസ്റ്റൻ ഗ്യാസ് വിൽ ഹാവ് ടു ബി ഹോട്ടർ ദാൻ ദ വാട്ടർ ഇൻ ദ ബോയിലർ. അപ്പോൾ കമ്പസ്റ്റൻ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ബോയിലറിലെ വാട്ടറിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും ഹയർ ആയിരിക്കണം. അതിൽ എന്ത് സംഭവിക്കും? അതർവൈസ് ഹീറ്റ് വിൽ ബി ട്രാൻസ്ഫർ ഫ്രം വാട്ടർ ടു ദി ഗ്യാസ്. അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ സ്റ്റീം അല്ലെങ്കിൽ വാട്ടർ അവിടെ നിന്നും ഈ ഗ്യാസ് എടുത്തുകൊണ്ട് പോകും, ടെമ്പറേച്ചർ എടുത്തുകൊണ്ട് പോകും. എങ്ങോട്ട് പോകും? ചിമ്മിനി കൂടെ വെളിയിൽ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളത്തിന് ടെമ്പറേച്ചറേക്കാളും കൂടുതലായിരിക്കണം ഈ വെളിയിൽ പോകുന്ന ഗ്യാസിൻ്റെ അളവ്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തേ വെക്കും. ദസ് ദ ഗ്യാസസ് കമ്മിങ് ഔട്ട് ഫ്രം ദ ബോയിലർ കണ്ടെയ്നിങ് ലാർജ് ക്വാണ്ടിറ്റി. അതുകൊണ്ട് തന്നെ ഈ ഫർണസിനകത്ത് നിന്ന് വെളിയിൽ വരുന്ന, അതായത് ചിമ്മിനിയിലോട്ട് പോകാം, ചിമ്മിനി എന്ന് വെച്ചാൽ അറിയാമല്ലോ, പുറത്തേക്ക് പോകുന്ന ആ ഗ്യാസസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈയാണ്, വളരെ ഹൈ. അപ്പം നമുക്ക് എനർജി നഷ്ടമാണ്. നമ്മൾ കഷ്ടപ്പെട്ട തീ ഉണ്ടാക്കിയതെല്ലാം അങ്ങനെ അങ്ങ് പോകും, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തെല്ലാം അങ്ങനെ അങ്ങ് പോകും. ഏത് ഈ ഫ്ലൂ ഗ്യാസസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം therefore maximum amount of heat from the gas should be recovered before it escape chimney. അപ്പോൾ എന്തോ മാക്സിമം എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്രം ദ ഗ്യാസിലെ മാക്സിമം എമൗണ്ട് ഓഫ് ഹീറ്റ് ഷുഡ് ബി റിക്കവർഡ്. അത് റിക്കവർ ചെയ്യണം ബിഫോർ എക്സിറ്റിംഗ് ചിമ്മിനി കൂടെ എസ്കേപ്പ് ആകുന്നതിന് മുമ്പ് തന്നെ എന്താ ഫ്ലൂ ഗ്യാസസിൻ്റെ നമ്മൾ ആ ഒരു മാക്സിമം എനർജി അബ്സോർവ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മാക്സിമം എനർജി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ചിമ്മിനി കൂടെ കയറിപ്പോകും, വേസ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടി ദർ 2 ആക്സസറീസ് ദാറ്റ് റിക്കവേഴ്സ് ഹീറ്റ് ഫ്രം എക്സിറ്റ് ഗ്യാസ്. അതിനുവേണ്ടി 2 ആക്സസറീസ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് എക്കണോമൈസർ, രണ്ടാമത്തെ പ്രീ ഹീറ്റർ. ഇൻ ദി എക്കണോമൈസർ ദ റിക്കവറി ഓഫ് ഹീറ്റ് ഇൻ ദ ഫ്ലൂ ഗ്യാസസ് ഈസ് ഡൺ ബൈ ഹീറ്റിംഗ് ദ ഫീഡ് വാട്ടർ. അപ്പോൾ എക്കണോമൈസർ എന്തോ ചെയ്യുന്നത്? ഈ എക്കണോമൈസർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ചൂട്, ആ ഫ്ലൂ ഗ്യാസസിലെ ചൂട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഫീഡ് വാട്ടർ ഹീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അത് നല്ലൊരു ഐഡിയ അല്ലേ? അതായത് വെറുതെ വേസ്റ്റായി പോകുന്ന ഗ്യാസിനകത്തോട്ട് ഈ ഫീഡ് വാട്ടറിൻ്റെ കണക്ഷൻ കയറി ഇറങ്ങി പോകുമ്പോൾ സംഭവിക്കും, ഫീഡ് വാട്ടർ ചൂടാവും. ഉദാഹരണത്തിന് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ നോർമൽ റൂം ടെമ്പറേച്ചർ 30 ഡിഗ്രിയിലുള്ള വെള്ളം തിളപ്പിക്കാനുള്ള കൂടുതൽ ഹീറ്റ് എനർജി വേണ്ടത്, അതോ 80 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം തിളപ്പിക്കാനാണ് കൂടുതൽ ഹീറ്റ് എനർജി വേണ്ടത്? സ്വാഭാവികമായിട്ട് 80 ഡിഗ്രി കുറച്ച് സമയം കൊണ്ട് തന്നെ തിളച്ച് വരും. അല്ലെങ്കിൽ മറ്റേതോ 30 മുതൽ 100 വരെ കുറേ ടൈം എടുക്കും. അപ്പോൾ ഈ 80 ഡിഗ്രിയിൽ എത്തിക്കുന്ന പരിപാടിയാണ് ആര് ചെയ്യുന്നത്? ഈ എക്കണോമൈസർ എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത്. അപ്പം ഈ ഫീഡ് വാട്ടറിൻ്റെ കണക്ഷൻ ട്യൂബ് അല്ലെങ്കിൽ കണക്ഷൻ ലൈൻ ഈ എക്കണോമൈസറിനകത്തൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ, അതായത് എക്കണോമൈസർ വെച്ചിരിക്കുന്ന എവിടെയാണ്? ഫ്ലൂ ഗ്യാസസിനാണ് നടുക്ക്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹീറ്റ് ഫീഡ് വാട്ടർ സ്വീകരിക്കും. അപ്പോൾ ബോയിലറിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ വെള്ളം ഒരുമാതിരി ചൂടായിട്ടാണ് ചെല്ലുന്നത്. അപ്പം അത്രയും ഹീറ്റ് എനർജി നമുക്ക് ലാഭിക്കാം. അതാണ് അതപ്പം എക്കണോമൈസർ എന്തിനാ വയ്ക്കുന്നത്?
ദ റിക്കവറി ഓഫ് ഹീറ്റ് ഇൻ ദ ഫ്ലൂ ഗ്യാസസ് ഈസ് ഡൺ ബൈ ഹീറ്റിംഗ് ദ ഫീഡ് വാട്ടർ. അപ്പോൾ എക്കണോമൈസറിന് ഉപയോഗമാണ് ഫീഡ് വാട്ടർ ഹീറ്റ് ചെയ്യുക. വേസ്റ്റായി പോകുന്ന ഫ്ലൂ ഗ്യാസസിൻ്റെ ഹീറ്റ് എനർജി എക്കണോമൈസർ ഉപയോഗിച്ച് ഫീഡ് വാട്ടർ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് എനർജി ലാഭിച്ചു. ദി എക്കണോമൈസർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് എക്സിറ്റ് ഗ്യാസ്. അപ്പോൾ ഈ എക്സിറ്റ് ഗ്യാസിൻ്റെ പാത്തിൽ ഇത് എക്കണോമൈസർ കൊണ്ടുവെക്കും. ദേ ഇംപ്രൂവ് ദി ഓവറോൾ എഫിഷ്യൻസി ഓഫ് ബോയിലർ. അതുകൊണ്ട് തന്നെ ഓവറോൾ എഫിഷ്യൻസി ഓഫ് ബോയിലർ അത് നല്ലോണം ഇമ്പ്രൂവ് ആവും ബൈ റെഡ്യൂസിങ് ഫ്യൂൽ കൺസപ്ഷൻ. അതായത് 30 മുതൽ 100 ആക്കാനുള്ള ഫ്യൂവലും 80 നിന്ന് 100 ആക്കാനുള്ള ഫ്യൂവലും തമ്മിൽ ഒരുപാട് വ്യത്യാസമല്ലേ. അങ്ങനെ വരുമ്പോൾ ഫ്യൂൽ കൺസംഷൻ ഒരുപാട് മാറ്റം വരത്തില്ലേ. അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇതാണ് എക്കണോമൈസറിൻ്റെ യൂസ്. അപ്പം ആ ഫ്ലൂ ഗ്യാസിനിടയ്ക്ക് എക്കണോമൈസർ കൊണ്ടുവെക്കുന്നു. അതുവഴി ഫീഡ് വാട്ടർ ഹീറ്റ് ആകുന്നു. 30 ഡിഗ്രിയുള്ള റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം അത് ഓട്ടോമാറ്റിക്കലി ഞാൻ 80 എന്നൊരു കണക്കങ്ങ് പറഞ്ഞു. അത് നല്ലോണം ഹീറ്റായിട്ടായിരിക്കും ഇതിലേക്ക് ഇല്ല, നമ്മുടെ ബോയിലറിലേക്ക് ഇല്ല. അപ്പോൾ ബോയിലറിന് കുറച്ച് എനർജി മതി തിളപ്പിച്ച് വേപ്പറാക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റീം ആക്കാനായിട്ട്. ഇനി അടുത്ത് നോക്കി, അടുത്താണ് എയർ പ്രീ ഹീറ്റർ. ദി എയർ പ്രീ ഹീറ്റർ ഈസ് ആൻ ആക്സസറി വിച്ച് റിക്കവേഴ്സ് ഹീറ്റ് ഇൻ ദി എക്സിറ്റ് ഗ്യാസ് ബൈ ഹീറ്റിംഗ് എയർ സപ്ലൈഡ് ടു ദ ഫർണസ് ഓഫ് ദ ബോയിലർ. അപ്പോൾ ഈ അടുത്തത് എന്താണ്? അടുത്തത് പ്രീ ഹീറ്റർ, എയർ പ്രീ ഹീറ്ററാണ്. എയർ പ്രീ ഹീറ്ററിൻ്റെ ഉപയോഗം എന്താണ്? പേര് പോലെ തന്നെ ഫർണസിലേക്ക് കത്താൻ വേണ്ടി എയർ ചെല്ലുമല്ലോ, ആ എയറിനെ ഒന്ന് ചൂടാക്കുകയാണ് പ്രീ ഹീറ്റർ ചെയ്യുന്നത്. ഏത് ഗ്യാസ് ഉപയോഗിച്ച് ഈ എക്സിറ്റ് ചെയ്യുന്ന ഹൈ ടെമ്പറേച്ചർ ഗ്യാസിൽ നിന്നും ആ ഗ്യാസിൻ്റെ ഇടയ്ക്ക് ഈ എയർ പ്രീ ഹീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ആ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ എയർ പ്രീ ഹീറ്റർ സ്വീകരിച്ച് ആ ടെമ്പറേച്ചർ എയർ പറഞ്ഞത് തെറ്റിപ്പോയി, ഒന്നുകൂടെ പറയാം മൊത്തത്തിൽ കഴിഞ്ഞു. ഈ എയർ പ്രീ ഹീറ്റർ എന്ന് പറയുന്നതാണ് ദി എയർ പ്രീ ഹീറ്റർ ഈസ് ആൻ ആക്സസറി which recovers the heat in the exit gas by heating the air supplied to the furnace of the boiler. അതായത് നമ്മൾ പറഞ്ഞു ഈ ചിമ്മിനിക്കിലൂടെ പോകുന്ന ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരിക്കണം. കാരണം എന്നാലേ അല്ലെങ്കിൽ വെള്ളം തിരിച്ച് ആ ഹീറ്റ് വെള്ളത്തിൽ നിന്നുള്ള ഹീറ്റ് ഈ ഗ്യാസ് എടുത്തുകൊണ്ട് പോകും. പക്ഷേ അതെങ്ങനെയാണ് ഈ പുറത്ത് കളയാൻ നോക്കില്ല. അതിനുവേണ്ടി നമ്മൾ ആ ഹീറ്റ് എനർജി സേവ് ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു അറ്റാച്ച്മെൻറ്റാണ് എയർ പ്രീ ഹീറ്റർ. അതിൻ്റെ ഉപയോഗം എന്തുവാണ്? ഫർണസിലേക്ക് നമ്മൾ എയർ സപ്ലൈ ചെയ്യില്ല. എന്തിനു വേണ്ടി? കൽക്കരി കത്താനായിട്ട് എയർ സപ്ലൈ. അപ്പോൾ ആ ഒരു എയർ ഹീറ്റ് ചെയ്യുകയാണ് ഈ എയർ പ്രീ ഹീറ്ററിലൂടെ ചെയ്യുന്നത്. എയർ പ്രീ ഹീറ്റർ ഈസ് ആൻ ആക്സസറി വിച്ച് റിക്കവേഴ്സ് ഹീറ്റ് ഇൻ ദ എക്സിറ്റ് ഗ്യാസ്. എക്സിറ്റ് ഗ്യാസിൽ നിന്നുള്ള ഹീറ്റ് എനർജി അത് റിക്കവർ ചെയ്യും ബൈ ഹീറ്റിംഗ് എയർ സപ്ലൈഡ് ടു ദി ഫർണസ്. എങ്ങനെ? ഫർണസിലേക്ക് ചെല്ലുന്ന എയറിനെ ഹീറ്റ് ചെയ്ത് അത് ആ ഒരു എനർജി സേവ് ചെയ്യാൻ നോക്കും. സപ്ലൈയിങ് ദ പ്രീ ഹീറ്റഡ് എയർ ഇൻ ടു ദി ഫർണസ് പ്രൊഡ്യൂസ് ഹൈ ഫർണസ് ടെമ്പറേച്ചർ. അപ്പോൾ ഓൾറെഡി ഹീറ്റ് ആയിട്ടുള്ള എയർ ചെല്ലുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ഈ മോയ്സ്ചർ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പം ഫർണസ് ടെമ്പറേച്ചർ നല്ലോണം ഉയർത്താൻ നോക്കും. പ്രൊഡ്യൂസ് ഹൈ ഫർണസ് ടെമ്പറേച്ചർ ആൻഡ് ആക്സിലറേറ്റ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ. ആക്സിലറേഷൻ നല്ല വേഗത്തിലാകും. കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ കത്തുന്നത് വളരെ വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്യും. ദസ് ദ തെർമൽ എഫിഷ്യൻസി ഓഫ് പ്ലാന്റ് വിൽ ബി ഇൻക്രീസ്. അങ്ങനെയാകുമ്പോൾ ഈ ചെല്ലുന്ന എയർ നല്ല ചൂടായിരിക്കും. ആ ചൂട് എയർ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കമ്പസ്റ്റൻ അങ്ങോട്ട് പെട്ടെന്നാകും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്? അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ദ തെർമൽ എഫിഷ്യൻസി ഓഫ് പ്ലാന്റ് വിൽ ബി ഇൻക്രീസ്. അപ്പോൾ ആ തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നല്ല ഇൻക്രീസ് ആയിട്ട് കിട്ടും, നല്ല ഉയരത്തിലെത്തും. ആൻഡ് എയർ പ്രീ ഹീറ്റർ ഈസ് ഇൻസ്റ്റാൾഡ് ബിറ്റ്വീൻ എക്കണോമൈസർ ആൻഡ് ചിമ്മിനി. അപ്പം എയർ പ്രീ ഹീറ്റർ എന്ന് പറയുന്നത് എവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്? എക്കണോമൈസറിനും ചിമ്മിനിക്കും ഇടയ്ക്ക്. എക്കണോമൈസർ എന്താണ്? ആ ഫീഡ് വാട്ടർ ചൂടാക്കുക. എയർ പ്രീ ഹീറ്റർ എന്താ ചെയ്യുന്നത്? ഫർണസിലേക്ക് കത്താൻ വേണ്ടി സപ്ലൈ ചെയ്യുന്ന എയർ അത് ചൂടാക്കുക. അപ്പോൾ അങ്ങനെ ഈ രണ്ട് ടെക്നിക്ക് ഉപയോഗിച്ച് വെളിയിൽ പോകുന്ന ഗ്യാസിൻ്റെ എനർജി നമുക്ക് സേവ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇത് രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് സംഭവം രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സൂപ്പർ ഹീറ്റർ. സൂപ്പർ ഹീറ്റർ are used in the boiler to increase the temperature of steam above saturation temperature. Saturation temperature എത്രയാ? 100 ഡിഗ്രി. സൂപ്പർ ഹീറ്റർ എന്താണ്? സൂപ്പർ ഹീറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ ബോയിലർ. എന്തിന് ബോയിലറിൽ എന്തിനു ഉപയോഗിക്കുന്നു? ഇൻക്രീസ് ടെമ്പറേച്ചർ ഓഫ് സ്റ്റീം. എന്തിന് ടെമ്പറേച്ചർ ഉപയോഗിക്കണം? സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടി, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി
എബോവ് എന്തിന് എത്ര ഉയർത്തണം? എബോവ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ സാച്ചുറേഷൻ ടെമ്പറേച്ചറിന് മുകളിൽ സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആക്സസറിയാണ് സൂപ്പർ ഹീറ്റർ. Thus, the dry saturated steam generated in the boiler is passed through a set of tubes placed in the path of fluid gas. അപ്പം ഡ്രൈ സാച്ചുറേറ്റഡ് ഗ്യാസാണ്. അപ്പോൾ ഡ്രൈ എന്ന് പറഞ്ഞാൽ 100% പെർഫെക്റ്റ്. സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം, 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറിലെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമായിട്ട് മാറും. അപ്പോൾ അതിനെ പറയുന്നത് സാച്ചുറേറ്റഡ് സ്റ്റീം. അപ്പം ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം ജനറേറ്റഡ് ഇൻ ദ ബോയിലർ പാസ് ത്രൂ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റീം അപ്പോൾ 100 ഡിഗ്രി ആയിരിക്കില്ല, അത് പല ട്യൂബുകളിലകത്തൂടെ കടത്തിവിടും. ആ ട്യൂബ് എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? ദ പാത്ത് ഓഫ് ഫ്ലൂയിഡ് ഗ്യാസസ് ഇൻ വിച്ച് ഇറ്റ് വിൽ ബി ഹീറ്റഡ് ഫർദർ ബൈ ഹോട്ട് ഗ്യാസസ് ടു ഇൻക്രീസ് ഇറ്റ്സ് ടെമ്പറേച്ചർ എബോവ് സാച്ചുറേഷൻ. അപ്പം ഈ ഹോട്ട് ഗ്യാസസ് ഏതിൻ്റെ ടെമ്പറേച്ചർ? ഈ സാച്ചുറേഷൻ ടെമ്പറേച്ചറുള്ള സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ഉയർത്തി സൂപ്പർ ഹീറ്റ് റീജിയനിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ എബോവ് ദ സാച്ചുറേഷൻ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരും. ഇനി അടുത്തത് ഇതാണ്, നമ്മളിപ്പം കുറച്ച് മുമ്പ് പഠിച്ചതാണ്. എന്ത്? ആക്സസറീസ് ആൻഡ് മൗണ്ടിങ്സ്. അതിലേതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് 3 മാർക്കിന്, അല്ല 2-3 ഒരുമിച്ച് ചേർത്ത് 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നും പറയാനൊക്കില്ല. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പഠിക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് ഫയർ ട്യൂബ് ബോയിലർ ആൻഡ് ഫയർ ട്യൂബ് ബോയിലറും വാട്ടർ ട്യൂബ് ബോയിലറും. ഇത് നമ്മളുടെ ഡിഫറൻസ് ഉണ്ട്. അതൊരു ടേബിൾ പോലെ ഞാൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ലെസ്, ഹയർ, ഗ്രേറ്റർ, ലോവർ അങ്ങനെയൊക്കെ എഴുതി സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഈ അനാവശ്യമായിട്ട് എഴുതാനൊന്നുമില്ല. അപ്പോൾ അതേപോലെ നിങ്ങൾ ഈ ഇതങ്ങ് പഠിച്ചു വെക്കണം. എന്താണോ ആ ടേബിളിനകത്ത് കാണുന്നത് അതേപോലെ അങ്ങ് പഠിച്ചു വെക്കുക. അത് വീഡിയോയ്ക്കകത്ത് എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിനകത്തോട് ചേർത്ത് വെക്കാം, അല്ലെങ്കിൽ നോട്ടിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തെല്ലാം ചെയ്തു തരാം. അപ്പം ഞാനിപ്പം ആദ്യം തന്ന നോട്ടിനകത്ത് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടില്ലായിരുന്നു. അത് മൊത്തം പഠിക്കണം എന്നുള്ളത്, പിന്നെയും അത് മൊത്തം പഠിച്ച സമയം വേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതി അങ്ങ് പോയാൽ മതി. കാരണം 7 മാർക്കിന് 1 മണിക്കൂർ എഴുതേണ്ട ആവശ്യമില്ല. മാക്സിമം 10 മിനിറ്റ് എഴുതാനുള്ള മതി. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങളങ്ങ് പഠിക്കുക. എന്തോ ഇതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ മനസ്സ് പറയുന്ന രീതിയിൽ ഇത്തവണ ചോദിക്കും. അപ്പോൾ ഈ നല്ല വൃത്തിക്ക് അങ്ങ് പഠിച്ചോണം. ബോബ്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ. പിന്നെ കോക്രൻ ബോയിലർ നിങ്ങൾ ഓൾറെഡി അസൈൻമെൻറ്റ് എഴുതിയതാണ്. ഒന്നുകൂടെ ആ വീഡിയോ കണ്ട് നിങ്ങൾ എഴുതിയ അസൈൻമെൻറ്റ് ഞാൻ പഠിച്ചത്. കാരണം ഒരാൾ അനന്തം ആരോ എഴുതിയിട്ടുണ്ട്. ആ അസൈൻമെൻറ്റാണ് നിങ്ങളെല്ലാവരും കോപ്പി അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതങ്ങ് പഠിച്ചു, അതേപോലെ അങ്ങ് പഠിച്ചു.